ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ, എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമ്മുടെ പിള്ളേർക്കൊന്നും കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പം ഇങ്ങനെ വീട്ടിലാണെങ്കിലും വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പോണ്. വീട്ടിൽ നിന്ന് വന്നതിൻ്റെ കുറച്ച് ദിവസം എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ഒരു സങ്കടവും പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും നോർമൽ പഴയ പോലെ തന്നെ ബാക്ക് ടു നോർമൽ ആയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കുട്ടിക്കുറുമ്പുകൾ കുറച്ച് കൂടുതലുണ്ട്. ചേട്ടനെ അനിയനും കുട്ടിക്കുറുമ്പുകൾ. പിന്നെ പിള്ളേരായി കഴിഞ്ഞാൽ കുറുമ്പുണ്ടാവും. നമ്മൾ വിട്ട് കളയാണ്. ചിലതൊക്കെ വിട്ട് കളയും, ചിലതൊക്കെ നമ്മൾ ശിക്ഷിക്കേണ്ടടുത്ത് ശിക്ഷിക്കുകയും ചെയ്യും. പിന്നെ ഇവന്റെ ചാട്ടാണ് പ്രശ്നം. ഇന്നലെ ഇപ്പൊ കളിച്ച് സെറ്റിയുടെ അവിടെ നിന്ന് ഇടിഞ്ഞു പൊളിഞ്ഞു വീണു. അത് ഓടിച്ചാടി സെറ്റിമേക്ക് കയറാം, ഓടിച്ചാടി മറ്റേ കട്ടുമേക്ക് കയറാം. അങ്ങനെ കുറച്ച് ചെറിയ ആക്സിഡന്റ് ചേട്ടനും അനിയനും പറ്റുന്നുണ്ട്. വലിയ ഭീകരതയിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ല. എനിക്കാണെങ്കിൽ ഇവന്മാരെ ഓടണ കാണുമ്പോൾ നമുക്ക് പിന്നാലെ ഓടിയെത്താൻ പറ്റുമോ? നമ്മൾ പിടിച്ചു കഴിഞ്ഞ് ഇവിടെ നിൽക്കോ? അങ്ങനെ നിൽക്കണ പിള്ളേരാണെങ്കിൽ പിന്നെയുണ്ട് അതുപോലത്തെ ചാട്ടോ മേളം ബെറു ഇങ്ങനെ പറയാം, ഒരു പെരുകി നിൽക്കില്ലേ? ആ ഒരു അവസ്ഥയിൽ നിൽക്കണല്ലോ. ഈ പ്രായം അതാണ്, പെരുകലിന്റെ പ്രായം ആയതുകൊണ്ടാണ്. ഡ്രസ്സുകൾ കഴുകാൻ പോവാ. ഇന്നലെ ഒരുത്തൻ കല്യാണത്തിന് പോയിട്ട് അവന്റെ ഡ്രസ്സും 2-3 തണ്ണിമത്തനുണ്ടായിരുന്നു. ചോറൂണൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ആയിപ്പോൾ 2 തണ്ണിമത്തൻ പീസ് തിന്നു. അത് ഫുള്ള് ഷർട്ടുമേക്ക്, അത് വൈറ്റ് ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നെ. ഡ്രസ്സുമ്മ ഫുള്ളാക്കിയിട്ടുണ്ട്. ഞാൻ ഇപ്പം ഇത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചു. അബ്രുവിൻ്റെ ഡ്രസ്സുമേണെങ്കിൽ അമ്മിച്ചിയുടെ മീൻചാറിൻ്റെ ലേശവും വന്നിട്ടുണ്ട്. ഇപ്പം 2 ഇന്നലെ വെള്ളത്തിൽ മുക്കിയിട്ടു. സംഭവം പോവാന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കഴുകി നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി തുണികൾ കഴുകിയിട്ട്. ചേട്ടന്മാർ പുറത്ത് ഭയങ്കര കളിയിലാ. എവിടേക്കാ? അപ്പാപ്പന്റെ വണ്ടിയുടെ ചവിട്ടി കൊണ്ടുപോണു. അതെടുക്കണേ, അതോട് കൊണ്ടുവയ്ക്ക്. മഴ പെയ്യണ്ട, അത് തലയിൽ വെക്കില്ലേ? അതത് അതെ കുട്ടെന്തിനാ അത് ഉള്ളിക്കിടണേ? അത് അങ്ങോട്ട് നീക്കി അടിച്ചു കഴിഞ്ഞാൽ റോട്ടിക്ക് പോവില്ലല്ലോ കുഞ്ഞ. ഗേറ്റ് തുറക്കുന്നു നോക്കിയിരിക്കുക വേഗം ചാടാൻ. ആ ബോൾ എവിടേക്ക് പോയേ? എവിടേക്ക്? ആരട്ടെ? എവിടെ? അലക്കാൻ പോയിപ്പിക്കാൻ മഴ പൊടിഞ്ഞു. ഇപ്പൊ വീണ്ടും പോയി. എവിടേക്കാ? ഇങ്ങോട്ട് പോയി. ഇങ്ങോട്ട് ആരെ വീക്കിയേ? റോട്ടിക്കിട്ടാ റോട്ടിക്കിട്ടാ വന്നേ. എത്ര പ്രാവശ്യം ഇട്ടോ? 2 പ്രാവശ്യം ഇട്ടാ? ഏത് ബന്ധട്ടെ? കുഞ്ഞിതാ? ആ നല്ല കാര്യായി. അവിടെ കിടക്കുള്ളൂ കേട്ടോ, അഞ്ഞി എടുത്ത് തരില്ല കേട്ടാ. അതേ കൊണ്ട് അവിടെ കിടന്നോട്ടെ, ഇനി എടുത്തു കൊടുക്കണ്ട. ഞാൻ ഒരെണ്ണം റോട്ടിക്കും പോയി, ഒരെണ്ണത് ആ വണ്ടിയുടെ അടിക്കും പോയി. നോക്കിയിരുന്നോ? കഴുകിയപ്പോഴേക്ക് ചെറുതായിട്ട് മഴ പെയ്തു. മഴ പെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ചു നേരം കയറിയിരുന്നു. പിന്നെയും ഒന്നുകൂടി തൂളി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു നല്ല മഴ പെയ്തു. നല്ല മഴ എന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത മഴ പെയ്തു. അപ്പോൾ ഡ്രസ്സുകൾ, ഇന്ന് നല്ല ഡ്രസ്സുകളൊക്കെ ഞാൻ കുറച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു. അത് താഴ്ത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങി കയറി നിൽക്കേണ്ടി വരും. എന്ന് വെച്ചാൽ മോളിൽ കൊണ്ടിടാന്ന്. ഞാനതൊക്കെ എടുത്ത് മോളിൽ കയറിയിട്ട് ഒരു സ്റ്റെപ്പ് കയറിപ്പിക്കും വയ്യ. ഇനി ഈ ഒരു സ്റ്റെപ്പ് കൂടി കയറണം മുകളിൽ എത്തണമെന്നുണ്ടെങ്കിൽ. എന്നിട്ട് വേണം തുണി ഇടണമെന്നുണ്ടെങ്കിൽ. അമ്മച്ചിയുടെ ഡ്രസ്സുകളൊക്കെ ഇതിൻ്റെ മുകളിലാണ് ഇടാറ്. വേറെ ഒന്നുമല്ല, ഇങ്ങനെ കയറി ഇറങ്ങേണ്ട മടിക്ക്. ഇവിടെയൊക്കെ കുറേ ഡ്രസ്സുകൾ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെവിടെ ഇടാം. പരിപാടികളൊക്കെ കഴിഞ്ഞു. ഈ വീണ്ടും താഴത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. എന്തോരം നേരം എടുത്തേ. എത്ര പെട്ടെന്ന് കഴുകി കഴിയേണ്ട പണിയാന്നറിയോ? ഇന്ന് ഇരട്ടിപ്പണിയായിരുന്നു. ഇരട്ടിപ്പണി. ആദ്യം ചോറ് എടുത്തേ? ചോറ് വേണോ? ദേവന്റെ ഇവിടെ നിൽക്ക്. ചോറ് വേണോ? പിന്നെ വേണ? ഇവിടെ നല്ല മഴയാ. പിന്നെ വിശേഷം ചോദിക്ക്. സുഖാണോ നോക്കി? മോട്ടർ ഇത് വെള്ളം വന്നിണ്ടാ? പിന്നെ ഇങ്ങനെ. അയ്യോ, സ്വാഗതം. പുതിയ വീഡിയോ പറഞ്ഞേ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങോട്ടൊന്നും പോണ്ട, ഇവിടെ മതി.
അപ്പുറത്തെ ഇപ്പൊ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി മൂത്രമൊഴിപ്പിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ മൂത്രമൊഴിക്കൂട്ടാ. ട്രൗസറിൽ മൂത്രമൊഴിക്കാണ്ട്. ചേട്ടൻ മൂത്രമൊഴിക്കുന്നത് കണ്ടിട്ടൊക്കെ തോന്നണോ? നല്ല ശീലങ്ങളൊക്കെ കൊച്ചിപ്പോഴേ പഠിച്ചിട്ടുണ്ട്. അല്ലാതെ അതെന്ത് തീ കാണിച്ചേ? അതെന്ത് തീ കാണിച്ചേ കുറുമ്പൻ? ആ പിള്ളേർക്ക് ചോറ് കൊടുത്തു കഴിഞ്ഞാലേ ചില ദിവസം ചില ദിവസങ്ങൾ കഴിക്കൂട്ടാ കൊടുക്കുന്നത് ഫുള്ളും. ചില ദിവസം എന്താ പറയാ ഇത്തിരി ഇടക്കേന്ന് പറഞ്ഞാൽ ഇത്തിരി ബാലൻസ് വെക്കും. അതെന്നും അങ്ങനെയാ. അപ്പൊ ഞാൻ ലാസ്റ്റ് ഭക്ഷണം കഴിക്കാറുള്ളൂ. കാരണം ഇവരുടെ ബാലൻസ് വരണമെങ്കിൽ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അതെന്നെ എടുത്ത് കഴിക്കൂട്ടാ. ചോറിടാൻ പോണുള്ളൂ. തുണി കഴുകല് പരിപാടികളൊക്കെ കഴിഞ്ഞു. അവർക്ക് ചോറ് കൊടുത്തു. അപ്പൊ കുറച്ചൊക്കെ തിന്നു. അപ്പുറം ഒരു 3 വായ തിന്നുള്ളൂ. അപ്പുറം ഒരു സാധനം കൊടുത്താൽ വായ തുറക്കില്ലേ. നമ്മൾ വായിലേക്ക് വെക്കുമ്പോഴേക്കും തുപ്പുക. എന്താ സംഭവം എനിക്ക് മനസ്സിലാവണില്ലേ. നല്ല മധുരമുള്ള സാധനങ്ങളാണെങ്കിൽ ഇപ്പൊ ഈ ചിപ്സ് അങ്ങനെ ചിപ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇഷ്ടം. അല്ലാണ്ട് വേറെ കുറുക്കോ ചോറോ ദോശയോ ഇഡ്ഡലിയോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. അതൊന്നും കൊടുക്കണ്ട, അതൊന്നും കഴിക്കേണ്ട ഇഷ്ടമില്ല. അപ്പൊ എന്നിട്ടിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുക. എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതന്നെ പഴം ഇഷ്ടം. റോബസ്റ്റ് പഴം പിന്നെയും തിന്നും. നേന്ത്രപ്പഴം ഒന്നും കണ്ണി നേരെ കണ്ടുവിടാം. അപ്പൊ ഫുഡ് കഴിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീട്ടിൽ എന്നിട്ടെന്നുള്ളതെന്നറിയോ, മീൻ വറുത്ത് വെച്ചിട്ടുണ്ട് അമ്മച്ചി. മീൻ വറുത്തതുണ്ട്. അതുപോലെ തന്നെ പയറും കായും ഉപ്പേരി വെച്ചതുണ്ട്. ഇത് രണ്ടുകൊണ്ടെന്ന് രാവിലത്തെ ഇതിൽ കുത്തിപ്പൊടികളൊക്കെ ഇട്ടിട്ട് കാച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. നമ്മുടെ അബ്രൂമത്തിനെ തൊപ്പി തലേ വെക്കേണ്ടത് ഭയങ്കര ഇഷ്ടം കേട്ടാ. പൊപ്പി വെക്കട്ടെ, അമ്മ പൊപ്പി വെക്കട്ടെ. ഓക്കെ അബ്ര, ഹായ്. ഭംഗിണ്ടാ? അത് ഭംഗിണ്ടോടാ? സൂപ്പറായിണ്ടാ? ഇഷ്ടായിണ്ടാ? കടിക്കട്ടേന്ന്. അതേ അവന്റെ മേത്തതേ ഒരു സാധനം ഉണ്ട്, അതിനെ കൊണ്ട് കടിപ്പിക്കണ് എല്ലാവരും. അപ്പാപ്പനൊക്കെ കടിപ്പിക്കൂല. അത് അപ്പാപ്പനെ കടിപ്പിക്കും. അയ്യോ എന്നെ കടിക്കില്ലേ, എന്നെ കടിക്കില്ലേ, അയ്യോ അയ്യോ എന്നെ കടിക്കില്ലേ. കസാരോട് വയ്ക്കുക അമ്മാമ്മ ചീത്ത പറയൂട്ടാ. അതെന്തിട്ട് ചെയ്യണേ? കുമ്പൻ പാറു കൂളിയൊക്കെ കഴിഞ്ഞ് പോവാണ്. എവിടേക്കാ? പോണ് ചേട്ടൻ പോയി. ബായ്. ഇന്ന് രാവിലെ ചോറ് കൊടുത്തിട്ട് തിന്നില്ല. അപ്പൊ അവന് ബിസ്ക്കറ്റ് വേണമെന്നത്ര. ദേടാ കോഴിബോബോ നീ കണ്ട, കോഴിബോബോ നീ കണ്ട, ദേടാ കോഴിബോബടാ. ഒരു കുഞ്ഞു കോഴി ഉണ്ടിട്ടൊരു കറുത്ത കോഴി ഓടിപ്പിച്ചാ. എന്തൊരു സ്പീഡിലാതെ ഓടിപ്പിച്ചല്ലേ. ഒരു പേടിയില്ല എന്റെ മോന്. ഗുഡ് ബോയ്. അപ്പനൊരു പേടിയുണ്ടാ? ചൂലിന് തല്ലുകൂടഞ്ഞേ. കൈ നോക്കിട്ട് ഗേറ്റ് അടക്കിട്ടാ. എന്നാൽ ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായിട്ടാ. ഞാനും അമ്മച്ചി എല്ലാവരും കൂടി പോയിട്ടുണ്ട്. അപ്പച്ചനും എല്ലാവരും കൂടി പോയി. ആദവും അബ്രും അതിന് വലിയ ഇഷ്ടമായിട്ടാണ് കല്യാണത്തിന് പോയിട്ട്. അത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഞങ്ങളിപ്പോൾ കാടുറ്റിന്ന് ഇങ്ങോട്ട് വന്നു. അപ്പം പോയി കഴിഞ്ഞ് പിന്നെ പുറത്തേക്ക് പോലും അങ്ങനെ ഇല്ല. അല്ലെങ്കിൽ ചേട്ടായികളിപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തേക്ക് പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അതും ഇല്ല. അതും ജസ്റ്റ് ഇവിടെ പുറത്തേക്ക് ഇറങ്ങണുള്ളൂ, അല്ലാണ്ട് പോണില്ല. അപ്പം അപ്പാപ്പൻ്റെ വണ്ടിയിൽ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേറെ ഒന്നും വേണ്ട. അതുപോലെ തന്നെ വണ്ടി കഴുകലും ഭയങ്കര ഇഷ്ടമുണ്ട്. വണ്ടി കഴുകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവന് വല്ല സർവീസ് സെൻറ്ററിൽ ജോലി കിട്ടാവുന്ന. വണ്ടി കഴുകാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് സൈഡ് പറഞ്ഞു കൊടുക്കുക, പോർട്ട് അത് പറഞ്ഞു കൊടുക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ നല്ലൊരു കല്യാണത്തിന് പോയിട്ടുണ്ടായി. കല്യാണത്തിന് ഇവരൊക്കെ കൊണ്ട് കല്യാണത്തിന് പോയി. അവിടെ വെച്ച് നമ്മൾ അറിയുന്ന 2-3 ചേച്ചിമാരൊക്കെ വന്ന് വർത്താനം പറഞ്ഞിട്ടാ. ശരിക്കും എനിക്ക് എന്താ പറയാ, എൻ്റെ ചേച്ചിമാരുടെ അടുത്ത് വർത്താനം പറയില്ല, അതുപോലെ ഉണ്ട് എനിക്ക് തോന്നിയത്. ഞങ്ങൾ കുറച്ചേരൊക്കെ വർത്താനം പറഞ്ഞു. ചേട്ടായി പോയ കാര്യങ്ങളും വിശേഷങ്ങളും വീഡിയോസ് കാണാറുണ്ടെന്ന് പറഞ്ഞു. നമ്മളെ ഒരു എവിടെയെങ്കിലും പോകുമ്പോൾ ഒരാളെങ്കിലും വന്ന് വർത്താനം പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഇവിടെ വന്നിട്ട് ചേട്ടായി വിളിച്ചപ്പോൾ ചേട്ടായിയോട് പറയായിരുന്നു, അങ്ങനെ അറിയുന്ന ഒരു ചേച്ചിനെ കണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി. കാരണം നമ്മള് ഒരു എന്താ പറയാ, ക്യാമറ കണ്ടാ ഓടുന്ന ഒരു ആളായിരുന്നു ഞാൻ. ഇത്ര മാറ്റം വന്ന് എന്നെ അറിയണ കുറച്ചെങ്കിലും ആൾക്കാരുകൾ വന്നതിൽ ഒരുപാട് സന്തോഷിട്ടാ. അപ്പൊ ഇനിയും ഞങ്ങളെയൊക്കെ കാണുമ്പോൾ വന്ന് വർത്താനം പറയാ. അതിൽ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്കില്ല കേട്ടോ. അത്ര വലിയ ജാട ഇതും കാണിക്കുന്ന ആളല്ല ഞാൻ. കണ്ട എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കുറച്ചേരം വർത്താനം പറയാറുണ്ട് കേട്ടോ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങളുടെ മക്കളെ ആയാലും ഞങ്ങളുടെ അപ്പന അമ്മേനെ ആയാലും സ്വന്തം അപ്പന അമ്മയായിട്ടും സ്വന്തം ഫാമിലി ആയിട്ടും കാണുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ അതില് ഇപ്പൊ നമ്മള് ഒരു എക്സാമിന് പഠിച്ച് നമ്മൾ എന്താ പറയാ ഫുള്ള് മാർക്ക് കിട്ടേണ്ട ഒരു ഇതിന് നമ്മൾ പഠിച്ചിട്ട് അതിൽ ഒരു മാർക്ക് പോകുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവില്ലേ? ഒരു സങ്കടം ഉണ്ടാവും. കാരണം നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചത്. അപ്പം അതിലൊരു മാർക്ക്
പോകുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവണ പോലെ തന്നെയാണ്. ഞാൻ അത്ര എഫേർട്ട് എടുത്ത് ചിലപ്പോൾ വെളുപ്പിന് 1 മണിക്കൊക്കെ ആയിരിക്കും ഈ വീഡിയോ എടുക്കുന്നത്. ആ വീഡിയോ എടുക്കുമ്പോൾ അതിലൊരു നെഗറ്റീവ് കമൻറ്റ് പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. സങ്കടമില്ല എന്ന് ഒരിക്കലും പറയില്ല. എൻ്റെ മനസ്സിലതൊരു വിഷമമാണ്. ഇപ്പം ഞാൻ മുന്നൊക്കെ ക്യാമറയുടെ മുൻപിൽ നിന്ന് തന്നെ ഓടിപ്പോവാറുണ്ട്. ഓടിപ്പോണൊരു വ്യക്തിയായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പം നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും ഇപ്പോൾ വീഡിയോസിൻ്റെ അടിയിൽ വല്ല കമൻറ്റുകൾ വരോ, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് എന്തെങ്കിലും വേറെ കമൻറ്റുകൾ വരോ, അതാണ് എൻ്റെ പേടി. എന്നെക്കുറിച്ച് ആൾക്കാർ എന്ത് കരുതും, എന്ത് പറയും, അങ്ങനത്തെ ഒരു പേടി കൊണ്ടാണ് ഞാൻ മുന്നേ ക്യാമറയുടെ മുൻപിൽ നിന്നൊക്കെ ചേട്ടനായാലും നാത്തൂനായാലും വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ക്യാമറയുടെ മുൻപിൽ വരാണ്ടിരുന്നത്. പിന്നെ നമുക്കറിയാം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു കഴിയുമ്പോൾ എന്തായാലും നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. അതൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. എന്നാലും നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ചിലവർ ഇങ്ങനത്തെ ഓരോ കമൻറ്റുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള അവകാശം ഇല്ല എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, നിങ്ങളുടെ സജഷൻസ് ആണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും, എന്താ പറയുക, വിമർശനങ്ങളാണെങ്കിലും എല്ലാവരും പറയാനുള്ള അവകാശം, കമൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ചില സമയത്ത് ഞാൻ ഈ കമൻറ്റ് ബോക്സ് അറിഞ്ഞുകൊണ്ട് ഓഫ് ചെയ്യുന്നതല്ല കേട്ടോ. ചില സമയത്ത് തന്നെ ഓഫായി കിടക്കുന്നതാണ്. എന്നിട്ട് അമ്മച്ചിയൊക്കെയാണ് എന്നെ വിളിച്ചിട്ട് പറയാം കമൻറ്റ് ബോക്സ് ഓഫ് ആടി, ഓൺ ചെയ്യടിന്ന്. കാരണം ഞാൻ ആ വീഡിയോ പബ്ലിക്കാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കാറില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ഞാൻ കമൻറ്റ് ബോക്സ് ഒരിക്കലും ഓഫ് ചെയ്യാറില്ല. എൻ്റെ അറിവില്ലായ്മ എന്താ പറയുക, ഞാൻ അറിയാണ്ട് ഓഫായി കിടക്കണ്ടെങ്കിലേ ഉള്ളൂ ഞാൻ അങ്ങനെ. അപ്പോൾ വീഡിയോയിൽ എന്താണോ നമ്മൾ പറയുന്നത് അത് തന്നെയാണ് നമ്മൾ തമ്പനയിലായിട്ട് ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമുള്ളവരുണ്ടാവും, ഇഷ്ടമില്ലാത്തവരുണ്ടാവും. ചിലവർ തമ്പനയിൽ മാത്രം നോക്കിയിട്ട് വന്നിട്ട് വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ഇടും. അത് കാര്യമില്ലല്ലോ. വീഡിയോ എന്താന്ന് ഫുള്ളായിട്ട് കണ്ടാലേ അതിലെന്താണോ പറഞ്ഞേക്കണത് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് പതിവായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ചില വ്യക്തികൾ കമൻറ്റ് എന്താ പറയുക നെഗറ്റീവ് മാത്രം ഇടുന്നവരുണ്ട്. ഇതൊക്കെ പറഞ്ഞ് കാശുണ്ടാക്കാം, ഇത്ര പേർക്ക് കാശുണ്ടാവണമെങ്കിൽ ഞാൻ ഇന്ന് ആരാണ്, എനിക്കിപ്പോൾ എന്തോരം കാശിൻ്റെ കയ്യിലുണ്ടായേനെ. യൂട്യൂബിൽ നിന്ന് കാശ് ഉണ്ടാക്കണവരും ഉണ്ടാവും, അതുപോലെ തന്നെ കാശ് കിട്ടാത്തവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ നെഗറ്റീവ് പറയണവരോട് എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ് നിങ്ങൾ പറഞ്ഞോ കുഴപ്പമില്ല, ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നമ്മളുടെ വീഡിയോയുടെ അടിയിൽ ഇങ്ങനത്തെ മെസ്സേജുകൾ കാണുമ്പോൾ എന്താ അവരുടെ പ്രശ്നം എന്നുള്ളത് എനിക്കറിയില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഈ വീഡിയോൻ്റെ ഇടയിലും നെഗറ്റീവ് കമൻറ്റ് എന്താ പറയുക, നെഗറ്റീവ് ഇടുന്ന ആൾക്കാർ എന്തായാലും നെഗറ്റീവ് തന്നെ ഇടും. അപ്പം ഇടണവരിട്, അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു.